ഹായ് ഫ്രാൻസ്, അസ്സാം വലൈക്കും. ഈ പുറപ്പാട് എങ്ങോട്ടാണെന്നല്ലേ, ഇത് AKTAയുടെ ഒരു സംസ്ഥാനതല സമ്മേളനം നമ്മുടെ ആശ്രാമ മൈതാനിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് നടന്ന് റോഡിലോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു കേട്ടോ. അതാണ് ഈ നടന്നു പോകുന്നത്. അപ്പോഴേക്കും വന്നു. പിന്നെ ഈ AKTA എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, തയ്യൽ തൊഴിലാളികളുടെ ഒരു അസോസിയേഷനാണ് കേട്ടോ. അപ്പോൾ ഓൾ കേരള ആണ്, അതായത് 14 ജില്ലകളിൽ നിന്നുള്ള ഒരു സമ്മേളനമാണ് അവിടെ കൂടുന്നത്. 14 വർഷം കൂടിയിട്ടെങ്ങാണ്ടാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ വരുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങളുടെ അടുത്ത് പീരങ്കി മൈതാനത്ത് ചെല്ലാനാണ് പറഞ്ഞത്. പക്ഷെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. റോഡിലിറങ്ങിയപ്പോൾ ഒട്ടുമിക്ക വണ്ടികളും അങ്ങോട്ടേക്കുള്ളത് തന്നെയായിരുന്നു. അതിൻ്റെ KSRTC ബസ്, ടൂറിസ്റ്റ് ബസ്, അങ്ങനെ. അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അതിൻ്റെ പിറകെ അങ്ങ് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ മൊത്തത്തിലൊരു കിളിപോയ അവസ്ഥയായിരുന്നു. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു ഐഡിയയും എനിക്കുണ്ടായിരുന്നില്ല. ഇത്രയും ആൾക്കൂട്ടത്തിനിടയ്ക്ക് നിന്നാണ് ഞാൻ കൊല്ലംകാരെയും അതിനുപരി ഞങ്ങളെ ഗ്രൂപ്പിനെയും കണ്ടുപിടിക്കേണ്ടത്. ഇച്ചിരി ടാസ്ക് ആയിരുന്നു കേട്ടോ. ഞാൻ പതുക്കെ വിഷമിച്ച് അങ്ങോട്ട് മാറി നിന്നു. അപ്പോഴേക്കും ഞങ്ങളെ ഗ്രൂപ്പിലുള്ള വേറൊരാളെയും കൂടി കണ്ടു. അപ്പോൾ ആൾ ഇതേ കണക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വിഷമിച്ച് നിന്നതാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി തിരച്ചിൽ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളെ കൺവീനറെയൊക്കെ കണ്ടുപിടിച്ചു അവരുടെ കൂടെ അങ്ങ് ചേർന്നു. അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുമുണ്ട്, കണ്ടുപിടിച്ചോ അവരെ കൂടെ ചേർന്നോ എന്നൊക്കെ. റാലിയായിട്ട് ആശ്രാമ മൈതാനത്തോട്ട് പോകാനാണ് കേട്ടോ ഇവിടുന്ന്. അങ്ങനെ പതുക്കെ ഉന്തിയും തള്ളിയും ഒക്കെ റാലി നീങ്ങി തുടങ്ങി. ഏകദേശം ഒരു 5:45-6 മണിയായി അതങ്ങ് മൈതാനത്തെത്തിയപ്പോൾ. തള്ളു കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പതുക്കെ സൈഡിലോട്ടങ്ങ് മാറി നിന്ന്. പിന്നെ നേരെ അങ്ങ് ആശ്രാമത്ത് വന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഒരു വലിയൊരു അതിശയം തന്നെയായിരുന്നു. ആ ബസ്സുകളാണ് കേട്ടോ, പല സ്ഥലത്തുനിന്ന് ആളുകൾ വന്നിട്ടുള്ള ബസ്സുകളാണ് ആ കിടക്കുന്നത്. മൊത്തത്തിൽ ഒരുമാതിരിയിലെ കളിപ്പാട്ടങ്ങൾ പോലാണ് തോന്നുന്നത്. ഒരു സന്ധ്യ ആവാറായി. അതാണ് ആ ലൈറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ വന്നത്. സമ്മേളനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും എല്ലാവരും ഒന്നും ആ സമ്മേളനത്തിൽ ഇരിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ്. പിന്നെ വിളിക്കാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ കയറി ഇരുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും 14-ാം തീയതി ആയിരുന്നു കേട്ടോ ഈ സമ്മേളനം. എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാനൊരു ഇച്ചിരി താമസിച്ചു പോയതാണ്. വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റിലിട്ടേക്കണേടാ, ആരൊക്കെ വന്നിട്ടുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ. അപ്പോഴേക്കും പുറത്ത് വന്ന് നിന്ന് വിളിച്ചു. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിനെ വീണ്ടും ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ. പിന്നെ തിരഞ്ഞു പിടിക്കാനൊന്നും നിന്നില്ല. ഫോൺ വിളിച്ചാലും കേൾക്കാൻ പറ്റത്തില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. എങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും വിളിച്ച് ഒന്ന് പറഞ്ഞൊപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഈ ഓവർ കെയറിങ് ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാനൊന്നും സമ്മതിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് കൊണ്ടാക്കിയതും തിരിച്ച് കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടാണ് എന്നെ വിളിക്കാൻ വേണ്ടി വന്നതും. അന്നാണെങ്കിൽ പിന്നെ ഈ ബസ്സിലൊന്നുമുള്ള പോക്ക് നടക്കത്തില്ല. കാരണം ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കൊല്ലത്ത് ഫുള്ള് നല്ല രീതിയിലുള്ള ബ്ലോക്കായിരുന്നു. പിന്നെ റൂട്ടിലോട്ടും ബസ് സർവീസും ഇല്ലായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഒന്നും കഴിച്ചില്ല. നല്ല രീതിയിലുള്ള വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കടയിൽ കയറി കരിക്കും ഷേക്കും കട്ട്ലറ്റും കഴിച്ചു. പിന്നെ കുറച്ചധികം നേരം ആയല്ലോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ രണ്ടും എന്നെ കാത്തിരിക്കുമായിരിക്കും. മുഫീദാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് മുബീനാത്താട് അങ്ങോട്ട് പോയി. പിന്നെ അവർക്കുള്ള സ്നാക്സും സ്വീറ്റ്സും ഒക്കെ മേടിച്ചു.